മാലി എന്ന പശ്ചിമാഫ്രിക്കൻ രാജ്യം കഴിഞ്ഞ കുറച്ചു പതിറ്റാണ്ടുകളായി അശാന്തിയുടെ നിഴലിലാണ്. എന്നാൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അവിടെ നിന്നും പുറത്തുവരുന്ന വാർത്തകൾ ആ രാജ്യത്തെ മാത്രമല്ല ആഫ്രിക്കൻ ഭൂഖണ്ഡത്തെയാകെ നടുക്കുന്നതാണ്. കഴിഞ്ഞ 15 വർഷത്തിനിടയിലെ ഏറ്റവും മാരകമായ ആക്രമണങ്ങൾക്കാണ് മാലി സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. അട്ടിമറിയിലൂടെ അധികാരം പിടിച്ചെടുത്ത സൈനിക ഭരണകൂടത്തിൻ്റെ കരുത്തനായ പ്രതിരോധ മന്ത്രി സാദിയോ ക്യാമറ കൊല്ലപ്പെട്ടുവെന്ന വാർത്ത മാലിയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുന്നു. പശ്ചിമാഫ്രിക്കൻ മേഖലയിലെ ഭൗമരാഷ്ട്രീയ സമവാക്യങ്ങളെ പാടെ മാറ്റിമറിക്കുന്ന ഈ പ്രക്ഷുബ്ധമായ അന്തരീക്ഷം കേവലം ആഭ്യന്തരമായ ഒരു പ്രശ്നമല്ല, മറിച്ച് വൻ ശക്തികൾ തമ്മിലുള്ള മത്സരത്തിൻ്റെയും പ്രാദേശിക വിഘടനവാദത്തിൻ്റെയും തീവ്രവാദത്തിൻ്റെയും ഒരു അപകടകരമായ സങ്കലനമാണ്. മാലിയിലെ ഈ പുതിയ കലാപത്തിന് പിന്നിൽ പ്രധാനമായും 2 വിഭാഗങ്ങളാണ് അണിനിരന്നിരിക്കുന്നത്. അൽ-ഖ്വയ്ദയുമായി ബന്ധമുള്ള ജമാഅത്ത് നുസ്രത്ത് അൽ ഇസ്ലാം വൽ മുസ്ലിമിൻ എന്ന ജിഹാദി ഗ്രൂപ്പും തുവാരേഗ് വംശജരുടെ നേതൃത്വത്തിലുള്ള അസാവാദ് ലിബറേഷൻ ഫ്രണ്ടും ചേർന്നുള്ള ഒരു സംയുക്ത മുന്നേറ്റമാണ് ഇപ്പോൾ നടക്കുന്നത്. സാധാരണഗതിയിൽ ആശയപരമായി വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിൽക്കുന്നവരാണ് ഇസ്ലാമിക് തീവ്രവാദികളും വംശീയ സ്വത്വത്തിന് വേണ്ടി പോരാടുന്ന വിഘടനവാദികളും. എന്നാൽ മാലിയിലെ സൈനിക ഭരണകൂടത്തെയും അവരുടെ റഷ്യൻ പിന്തുണയെയും താഴെയിറക്കുക എന്ന ലക്ഷ്യത്തോടെ ഇവർ ഒന്നിച്ചിരിക്കുന്നു എന്നത് ആഗോള സുരക്ഷാ നിരീക്ഷകരെ അമ്പരപ്പിക്കുന്നു. ഈ കൂട്ടായ്മ മാലിയുടെ തലസ്ഥാനമായ ബമാക്കോയിലെ പ്രധാന സൈനിക കേന്ദ്രങ്ങളിലും വിമാനത്താവളങ്ങളിലും നടത്തിയ ആക്രമണങ്ങൾ സൈന്യത്തെ വിയർപ്പിച്ചിരിക്കുകയാണ്. റഷ്യൻ വാഗ്നർ ഗ്രൂപ്പിൻ്റെ പിൻഗാമിയായ ആഫ്രിക്ക കോർപ്സിൻ്റെ താവളങ്ങളെ ലക്ഷ്യം വച്ചായിരുന്നു ഈ ആക്രമണങ്ങളിലെ പ്രധാന നീക്കങ്ങൾ. ഈ ആക്രമണങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യാഘാതം പ്രതിരോധ മന്ത്രി സാദിയോ ക്യാമറയുടെ മരണമാണ്. മാലിയിലെ ഇപ്പോഴത്തെ ഭരണകൂടത്തെ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും അകറ്റി റഷ്യയുമായി അടുപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. ഫ്രഞ്ച് സൈന്യത്തെ മാലിയിൽ നിന്നും പുറത്താക്കാനും പകരം റഷ്യൻ കൂലിപ്പടയാളികളെ രാജ്യത്തേക്ക് കൊണ്ടുവരാനും മുൻകൈ എടുത്തത് ക്യാമറയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണം മാലിയിലെ സൈനിക ഭരണാധികാരി അസിമി ഗോയിറ്റയ്ക്ക് വ്യക്തിപരമായും രാഷ്ട്രീയമായും വലിയൊരു തിരിച്ചടിയാണ്. രാജ്യത്തിൻ്റെ സുരക്ഷാ സംവിധാനങ്ങൾ പരാജയപ്പെട്ടുവെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായി വിഘടനവാദികൾ ഇതിനെ ഉയർത്തിക്കാട്ടുന്നു. എന്നിരുന്നാലും സ്ഥിതിഗതികൾ തൻ്റെ നിയന്ത്രണത്തിലാണെന്നും സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തിപ്പെടുത്തിയെന്നും അവകാശപ്പെട്ടുകൊണ്ട് ഗോയിറ്റ രംഗത്തെത്തിയിട്ടുണ്ട്. വിഭജന ശ്രമങ്ങൾക്കെതിരെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുമെന്നതാണ് അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നത്. മാലിയിലെ ഇപ്പോഴത്തെ അവസ്ഥയെ വിശകലനം ചെയ്യുമ്പോൾ റഷ്യയുടെ സാന്നിധ്യം അവഗണിക്കാൻ കഴിയില്ല. കഴിഞ്ഞ 3.5 വർഷമായി മാലിയിൽ റഷ്യൻ സ്വാധീനം ശക്തമാണ്. ഫ്രാൻസിൻ്റെ നേതൃത്വത്തിലുള്ള യൂറോപ്യൻ സൈനിക സംഘം പരാജയപ്പെട്ടിടത്ത് റഷ്യൻ സഹായത്തോടെ വിജയിക്കാമെന്നായിരുന്നു മാലിയിലെ സൈനിക ഭരണകൂടത്തിൻ്റെ കണക്കുകൂട്ടൽ. എന്നാൽ വടക്കൻ മേഖലയിലെ പ്രധാന പട്ടണമായ കിഡലിൽ നിന്നും റഷ്യൻ നിയന്ത്രണത്തിലുള്ള ആഫ്രിക്ക കോർപ്സ് പിന്മാറേണ്ടി വന്നത് വലിയൊരു തകർച്ചയായി വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇത് മേഖലയിലെ റഷ്യയുടെ സൈനിക ശേഷിയെക്കുറിച്ചും അവരുടെ തന്ത്രങ്ങളുടെ ഫലപ്രാപ്തിയെക്കുറിച്ചും ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. കിഡലിലെ പിന്മാറ്റം മാലി ഭരണകൂടവുമായുള്ള സംയുക്ത തീരുമാനമാണെന്ന് റഷ്യ അവകാശപ്പെടുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ വിമതരുടെ ശക്തമായ ആക്രമണങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നതാണെന്നതാണ് യാഥാർത്ഥ്യം. ഈ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഫ്രാൻസ് തങ്ങളുടെ പൗരന്മാരോട് എത്രയും വേഗം മാലി വിട്ടുപോകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഒരു കാലത്ത് മാലിയുടെ പ്രധാന രക്ഷകർത്താവായിരുന്ന ഫ്രാൻസും മാലിയിലെ ഇപ്പോഴത്തെ ഭരണകൂടവും തമ്മിലുള്ള ബന്ധം വളരെ മോശമായ അവസ്ഥയിലാണ്. ബമാക്കോയിലെയും പരിസര പ്രദേശങ്ങളിലെയും സുരക്ഷാസ്ഥിതി അതീവ ഗുരുതരമാണെന്നാണ് ഫ്രഞ്ച് വിദേശകാര്യ മന്ത്രാലയം നൽകുന്ന മുന്നറിയിപ്പ്. ഫ്രഞ്ച് വിരുദ്ധ വികാരം ശക്തമായ മാലിയിൽ തങ്ങളുടെ പൗരന്മാർ ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പാരീസ് ഭയപ്പെടുന്നു. ഈ സാഹചര്യം യൂറോപ്പും ആഫ്രിക്കയും തമ്മിലുള്ള ഭൗമരാഷ്ട്രീയ അകലം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. മാലിയുടെ ഈ തകർച്ച പശ്ചിമാഫ്രിക്കൻ മേഖലയിലാകെ അസ്ഥിരത പടർത്താൻ കാരണമായേക്കാം. വിഘടനവാദികളായ അസാവാദ് ലിബറേഷൻ ഫ്രണ്ട് മുന്നോട്ട് വയ്ക്കുന്ന ഭീഷണി കേവലം വാചക കസർത്തല്ല എന്ന് തെളിയിക്കുന്നതാണ് അവരുടെ സമീപകാല വിജയങ്ങൾ. ഗാവോ, ടിംബുക്തു, മേനക തുടങ്ങിയ പ്രധാന നഗരങ്ങൾ പിടിച്ചെടുക്കുമെന്നാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഭരണകൂടം വൈകാതെ വീഴുമെന്നും വടക്കൻ മാലിയുടെ നിയന്ത്രണം പൂർണ്ണമായും തങ്ങളുടെ കൈകളിലാകുമെന്നും അവർ അവകാശപ്പെടുന്നു. മാലിയുടെ വടക്കൻ മേഖലയിൽ തുവാരേഗ് വംശജർക്ക് പണ്ടേയുള്ള സ്വയംഭരണവാദമാണ് ഇപ്പോൾ കൂടുതൽ രൂക്ഷമായിരിക്കുന്നത്. സൈനിക ഭരണകൂടം ജനകീയ പിന്തുണയേക്കാൾ കൂടുതൽ തോക്കിൻമുനയെ ആശ്രയിക്കുന്നതാണ് ഇത്തരം ഗ്രൂപ്പുകൾക്ക് വളരാനുള്ള വളക്കൂറുള്ള മണ്ണൊരുക്കുന്നത്. തദ്ദേശീയരായ ജനവിഭാഗങ്ങളെ വിശ്വാസത്തിലെടുക്കുന്നതിൽ പരാജയപ്പെട്ട ഭരണകൂടം വിദേശ ശക്തികളെ ആശ്രയിക്കുന്നത് തിരിച്ചടിയാവുകയാണ്. മാലിയിലെ ഈ സാഹചര്യം ലോകത്തിന് നൽകുന്ന പാഠം വളരെ വലുതാണ്.
ഒരു രാജ്യത്തെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ പരിഹാരം കാണാതെ സൈനിക അട്ടിമറികളിലൂടെയും വിദേശ കൂലിപ്പടയാളികളെ ഉപയോഗിച്ചും ഭരണം നിലനിർത്താൻ ശ്രമിക്കുന്നത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളുണ്ടാക്കും. ഭീകരവാദത്തെ നേരിടാൻ എന്ന പേരിൽ ജനാധിപത്യപരമായ മൂല്യങ്ങളെ അവഗണിക്കുമ്പോൾ അത് തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ജനങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്താനുള്ള അവസരമാണ് നൽകുന്നത്. ആഗോളതലത്തിൽ ഭീകരവാദത്തിനെതിരെ പോരാടുന്ന ആഫ്രിക്കൻ യൂണിയനും അമേരിക്കയും ഉൾപ്പെടെയുള്ള ശക്തികൾ ഈ ആക്രമണങ്ങളെ അപലപിച്ചിട്ടുണ്ടെങ്കിലും മാലിയുടെ ആഭ്യന്തര സുരക്ഷാ ക്രമീകരണങ്ങളിൽ കാതലായ മാറ്റം വരുത്താതെ സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയില്ല. മാലി ഇപ്പോൾ ഒരു നിർണായക ഘട്ടത്തിലാണ് നിൽക്കുന്നത്. അസിമി ഗോയിറ്റയുടെ നേതൃത്വത്തിലുള്ള സൈനിക ഭരണകൂടത്തിന് ജനങ്ങളുടെ ആത്മവിശ്വാസം വീണ്ടെടുക്കാനും വിമതരെ പ്രതിരോധിക്കാനും കഴിയുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ട ഒന്നാണ്. റഷ്യയുടെ പിന്തുണ എത്രത്തോളം ഫലപ്രദമാണെന്നത് സംബന്ധിച്ച് ഭരണകൂടത്തിനുള്ളിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാൻ ഈ ആക്രമണങ്ങൾ കാരണമാകും. രാജ്യം ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്കോ അതോ പൂർണ്ണമായ തകർച്ചയിലേക്കോ ആണോ പോകുന്നത് എന്ന ഭീതിയിലാണ് ലോക സമൂഹം. ഈ അശാന്തി തുടരുകയാണെങ്കിൽ പശ്ചിമാഫ്രിക്കൻ ഭീകരവാദത്തിൻ്റെ പുതിയൊരു കേന്ദ്രമായി മാലി മാറാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. മാനുഷികമായ വലിയൊരു ദുരന്തത്തിലേക്ക് ഈ പ്രദേശം വഴുതി വീഴാതിരിക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ക്രിയാത്മകമായ ഇടപെടൽ അനിവാര്യമായിരിക്കുന്നു. മാലിയിലെ ജനങ്ങളുടെ സമാധാനപരമായ ജീവിതം എന്നത്തേക്കാളും വലിയ വെല്ലുവിളിയാണ് ഇപ്പോൾ നേരിടുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.